ഇതെന്റെ ഹിദായത്ത് നഗറാണ്. ഗോൾഡൻ അബ്ദുൾ റഹ്മാൻ എന്ന ഇന്നത്തെ മംഗൽപാടി ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റ് എന്ന പദവിയിൽ ഇരിക്കുമ്പോൾ എന്റെ പൊതുപ്രവർത്തന ജീവിതം ആരംഭിച്ച എന്റെ വിദ്യാർത്ഥി രാഷ്ട്രീയം മുതൽ ഇന്ന് ഈ നിലയിൽ എത്തുമ്പോൾ എനിക്ക് എല്ലാവിധ സപ്പോർട്ടുകളും നൽകി, പിന്തുണ നൽകി എന്റെ കൂടെ നിന്ന ഒരു നാടാണിത്. ഇപ്പോഴേയും ഹിദായത്ത് നഗറും എന്നെ സംബന്ധിച്ചിടത്തോളം എന്റെ എല്ലാ ഉയർച്ചയിലും എന്റെ പ്രതിസന്ധി ഘട്ടത്തിലും കൂടെ നിന്ന എന്റെ നാടാണ്. ഈ കഴിഞ്ഞ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ 2ാം വാർഡിൽ നിന്നും പാർട്ടി ജനവിധി തേടാൻ വേണ്ടി ഒരു അവസരം നൽകിയപ്പോൾ ഇവിടുത്തെ മുഴുവൻ ആളുകളും 2ാം വാർഡിലെ ഉപ്ലഗേട്ട്, ഹിദായത്ത് നഗർ, ഹിദായത്ത് ബസാർ, അഞ്ചിക്കട്ട ഈ മേഖലയിലെ മുഴുവൻ ആളുകളും എന്റെ കൂടെ നിൽക്കുകയും എന്റെ വിജയത്തിന് വേണ്ടി പ്രവർത്തിക്കുകയും പിന്നീട് ഞാൻ ഒരു മെഗാ പരിപാടി വിജയാഘോഷത്തിന്റെ ഭാഗമായി വാർഡിലെ മുഴുവൻ ആളുകളെയും വിളിച്ച് പരിപാടി സംഘടിപ്പിക്കുകയുണ്ടായി. പക്ഷെ അന്ന് കുറച്ച് ആളുകൾ എന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണവുമായി രാപ്പകൽ വ്യത്യാസമില്ലാതെ പ്രവർത്തിക്കുകയുണ്ടായി. അതിലെ മുഴുവൻ ആളുകളും അവരവരുടെ ജീവിത മാർഗവുമായി ബന്ധപ്പെട്ട് ജോലിയിൽ ഏർപ്പെട്ട ആളുകൾ ആണെങ്കിൽ പോലും അവർ എനിക്ക് വേണ്ടി സമയം മാറ്റിവെച്ചു, പ്രസ്ഥാനത്തിന് വേണ്ടി. ഇന്നലെ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലാട്ടെ 76, 77, 79 എന്നിങ്ങനെയുള്ള ബൂത്തിൽ ഈ 2ാം വാർഡിലെ മുഴുവൻ ആളുകളും അന്നും ഈ 3 ബൂത്തിൽ പ്രവർത്തിക്കാൻ വേണ്ടി സമയം കണ്ടെത്തുകയും കൂടെ നിൽക്കുകയും ചെയ്തിട്ടുണ്ട്. ഇന്ന് ഞാൻ അവരെ ഒരു വൺഡേ യാത്ര കൊണ്ടുപോവുകയാണ്. തൃക്കരിപ്പൂരിലെ വീൽ ലാൻഡിലേക്കാണ്, വാട്ടർ പാർക്കിലേക്കാണ് കൊണ്ടുപോകുന്നത്. അവർ എത്ര തന്നെ എന്നെ ചേർത്ത് വെച്ചിട്ടുണ്ട്, അത്ര തന്നെ അവരെ തിരിച്ചു ഞാൻ ചേർത്ത് വെച്ചിട്ടുണ്ട്, അവരെ കൂടെ നിന്നിട്ടുണ്ട്. ഒരു ദിവസത്തെ സന്തോഷം ഞാൻ അവരെ കൂടെ പങ്കുവെക്കാൻ പോവുകയാണ്. ഇവിടെ പാർട്ടിയുടെ ഉന്നത സ്ഥാനത്തുള്ള ആരും ഈ യാത്രയിലില്ല. ഇത് ഇവിടെ സാധാരണക്കാരായ പ്രവർത്തകന്മാരാണ്. മുഴുവൻ സമയം തെരഞ്ഞെടുപ്പ് പ്രചരണവുമായി ബന്ധപ്പെട്ട് കൂടെ നിന്ന ആളുകളാണ്. ഇതൊരു എൻ്റെ ഒരു ദിവസത്തെ മുഴുവൻ സമയം അവരെ കൂടെ ചെലവഴിക്കുക എന്നതാണ്. പ്രവർത്തകരെ കൂടെ നിൽക്കുമ്പോഴാണ് ഏറെ സന്തോഷവും സംതൃപ്തിയും കിട്ടുന്നത്. വി ലാൻഡ് എന്ന് പറയുന്ന ഈ ഒരു സ്ഥാപനത്തിലേക്ക് ഞങ്ങൾ യാത്ര തിരിക്കുമ്പോൾ ഒരു ബസ് മുഴുവൻ ആളുകളുമായിട്ടാണ് യാത്ര തിരിക്കുന്നത്. അവിടെ എത്തി, അവിടെ സന്തോഷം പങ്കിട്ടു. കാര്യങ്ങളൊക്കെ നിങ്ങളെ പിന്നീട് അറിയിക്കുന്നതാണ്. ഈ യാത്രയിൽ ഇനിയും ഇതുപോലുള്ള സന്തോഷങ്ങൾ പങ്കിടാൻ പഠിച്ച തമ്പുരാൻ അവസരം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതുപോലെ ഇനി വരുന്ന ദിവസങ്ങളിലെ നിങ്ങളുടെ നാട്ടിലെ മുഴുവൻ വികസന പ്രവർത്തനം, ക്ഷേമ പ്രവർത്തനം നിങ്ങളുടെ സഹായകരണം ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഇവർ എൻ്റെ ജീവിതത്തിൽ എന്നും മറക്കാൻ പറ്റാത്ത ആളുകളാണ്. ഇവർ ആരും പാർട്ടിയുടെ ഔദ്യോഗിക പോസ്റ്റിൽ നിൽക്കുന്ന ആളുകളല്ല. ഇവരൊക്കെ പാർട്ടിയെയും പാർട്ടി പ്രഖ്യാപിക്കുന്ന സ്ഥാനാർത്ഥിയെയും വിജയിപ്പിക്കാൻ വേണ്ടി അഹോരാത്രം പ്രവർത്തിച്ചവരാണ്. ഇവർ ഒന്നും മറിച്ച് ഒരു ആവശ്യവും പാർട്ടിയോട് ഇന്നുവരെ ആവശ്യപ്പെട്ടിട്ടില്ല എന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത. അവർക്ക് എന്തെങ്കിലും പ്രയാസമുണ്ടെങ്കിൽ അവർ തന്നെ അതിനെ തരണം ചെയ്ത് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന ആളുകളാണ്. എല്ലാ ആളുകൾക്കും അള്ളാഹു ആരോഗ്യം, ആഫിയത്തും ദീർഘായുസ്സും നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.